ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മ്യൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ BA എക്കണോമിക്സ് ആണ്. അപ്പോൾ അതിൽ മൈനർ വിഷയമായ ഫണ്ടമെന്റൽസ് ഓഫ് എൻ്റർപ്രനർഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇത് എക്സാമിന് വരാൻ നല്ല ചാൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആദ്യം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ എന്റർപ്രണർഷിപ്പ്. അപ്പോൾ സംരംഭകത്വം എന്താണ് നിർവചിക്കാറ്. ലിസ്റ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻ എന്റർപ്രണർഷിപ്പ്. അതായത് സംരംഭകത്തിന് ഏതെങ്കിലും 2 സ്വഭാവ സവിശേഷതകൾ എഴുതാനാണ്. പിന്നെ നെയിം എനി ടു ടൈപ്പ് ഓഫ് എന്റർപ്രണർഷിപ്പ്. അതായത് അപ്പോൾ ഏതെങ്കിലും 2 തരത്തിലുള്ള സംരംഭകരുടെ പേര് എഴുതാനാണ്. പിന്നെ നാലാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംരംഭക മനോഭാവം എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് അർത്ഥമാക്കാനാണ്. പിന്നെ അഞ്ചാമത് സംരംഭകത്തിലെ ധാർമ്മിക പരിഗണനയുടെ ഒരു ഉദാഹരണം എഴുതാനാണ്. പിന്നെ 5 മാർക്കിന് അപ്പോൾ ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എക്സ്പ്ലെയിൻ ദ കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എന്റർപ്രണർഷിപ്പ് ആണ്. പിന്നെ ഡിസ്കസ് ദ എവല്യൂഷൻസ് ഓഫ് എന്റർപ്രണർഷിപ്പ് ഓവർ ടൈം ആണ്. ഇനി മൂന്നാമത്തെ ഡിസ്ക്രൈബ് ദ ട്രയൽസ് ഓഫ് സക്സസ്ഫുൾ എന്റർപ്രനോഴ്സ്. അതായത് വിജയകരമായ സംരംഭകരുടെ സ്വഭാവ സവിശേഷ വിവരിക്കാനാണ്. ഇനി നാലാമത്തെ ഹൗ ഡസ് ദ എന്റർപ്രണർഷിപ്പ് കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമി. പിന്നെ അഞ്ചാമത്തെ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 കോമൺ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ എന്റർപ്രണേഴ്സ്. പിന്നെ ഇനി 10 മാർക്കിന് വരാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറൻസ് ടൈപ്സ് ഓഫ് എന്റർപ്രണേഴ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് വിവിധ തരത്തിലുള്ള സംരംഭകരെയും അവരുടെ സവിശേഷതകളെയും കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകത്തെ മനോഭാവം വികസിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ബിസിനസ് വിജയത്തിൽ അതിൻ്റെ സ്വാധീനവും വിശദീകരിക്കാനാണ്. ഇനി മൂന്നാമത്തെ സംരംഭം അഭിമുഖീകരിക്കുന്ന ധാർമ്മിക വെല്ലുവിളികളും അവ എങ്ങനെ തരണം ചെയ്യണമെന്നും വിശകലനം ചെയ്യാനാണ്. പിന്നെ നാലാമത്തെ സാമ്പത്തിക വിശകലനത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സംരംഭകത്തിന് പങ്ക് വിശദീകരിക്കാനാണ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് സാമ്പത്തിക പരിമിതികൾ, വിപണി മത്സരം തുടങ്ങിയ പൊതുവായ വെല്ലുവിളികളെ ഒരു സംരംഭകന് എങ്ങനെ മറികടക്കാനാവുമെന്ന് ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ഇത്രയും മാർക്കാൻ 10 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഏതൊക്കെയാണ് ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് വരാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അപ്പോൾ എന്താണ് സംരംഭകത്തിൽ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസേഷൻ എന്താണെന്ന ഫസ്റ്റ് ക്വസ്റ്റ്യന്. പിന്നെ രണ്ടാമത്തെ ഡിഫൈൻ ഐഡിയൽ ജനറേഷൻ ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് എന്റർപ്രണർഷിപ്പ്. അതായത് സംരംഭകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഐഡിയ ജനറേഷൻ അപ്പോൾ എന്താണെന്ന് എഴുതാനാണ്. പിന്നെ മൂന്നാമത്തെ എക്സ്പ്ലെയിൻ ദ റൂൾ ഓഫ് ദ ക്രിയേറ്റിവിറ്റി ഇൻ ദ ഐഡൻറ്റിഫൈഡ് മാർക്കറ്റ് അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ അപ്പോൾ എന്താണ് ഒരു സാധ്യതാ പഠനം? ഇത് ചാൻസ് ഇല്ലതാണ്. പിന്നെ ഒരു ബിസിനസ് പ്ലാനിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ആറാമത്തെ സംരംഭകത്തിലെ വിഭവ സമാഹാരം എന്താണ് എന്നാണ്. അപ്പോൾ ഇത്ര ആണ് ചാൻസ് ഉള്ളത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംരംഭകത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ റിസ്ക് എടുക്കൽ വിവരിക്കാനാണ്. പിന്നെ എട്ടാമത് സംരംഭകത്തിലെ ലക്ഷ്യ ക്രമീകരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ സംരംഭകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊരുത്തപ്പെടലിൻ്റെ നിർവചനം എന്താണ് ചോദിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു സംരംഭകന് വിഷ്വൽ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ചാൻസ് ഇല്ല. പിന്നെ 5 മാർക്കിന് ഇത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവസരങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പ്രക്രിയയും സംരംഭകത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യവും അപ്പോൾ എഴുതാനാണ്. പിന്നെ ബിസിനസ് ആശയങ്ങളുടെ ജനറേഷനിൽ ഉപയോഗിക്കുന്ന വിവിധ ഐഡിയേഷണൽ ടെക്നിക്കുകൾ ചർച്ച ചെയ്യാനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബിസിനസ്സിനായി ഒരു സാധ്യതാ പഠനം നടത്തുന്നതിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. പിന്നെ വിപണി ആവശ്യങ്ങളും പ്രവണതകളും തിരിച്ചറിയുന്നതിൽ സർഗ്ഗാത്മകതയുടെ പങ്ക് വിവരിക്കാനാണ്. പിന്നെ അഞ്ചാമത്താണ് ഒരു ബിസിനസ് പ്ലാനിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, പുതിയ സംരംഭകത്തിന് അവ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്. ഇനി ആറാമത്താണ് ഒരു സ്റ്റാർട്ടപ്പിനായി റിസോഴ്സ് മൊബിലൈസേഷൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യാനാണ്. പിന്നെ ഏഴാമത്തെ ഒരു ബിസിനസ്സിൻ്റെ നിർവഹണ ഘട്ടത്തിലും നടപ്പാക്കൽ ഘട്ടത്തിലും എന്താണ് ഉൾപ്പെടുന്നത് എന്നാണ്. പിന്നെ എട്ടാമത്തെ എന്താണ് സംരംഭകത്തെ കഴിവുകൾ, ബിസിനസ് വിജയത്തിന് അവ നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നതാണ്. പിന്നെ ഒമ്പതാമത്തെ സംരംഭകത്വ പ്രക്രിയയിൽ റിസ്ക് ടേക്കിങ്ങിൻ്റെയും തീരുമാനമെടുക്കലിൻ്റെയും പങ്ക് വിശദീകരിക്കാനാണ്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം.
അപ്പോൾ ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ എഫക്റ്റീവ് വിഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ് അപ്പോൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രധാന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഇനി നമുക്ക് 10 മാർക്കിന് ചാൻസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത് ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസിങ് ഐഡിയ ജനറേഷൻ, ഫീസിബിലിറ്റി സ്റ്റഡി, പിന്നെ ബിസിനസ് പ്ലാനിംഗ് എന്നിവയുൾപ്പെടെ സംരംഭകത്വ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ മുഴുവൻ പ്രക്രിയകളും ചർച്ച ചെയ്യാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിപണി ആവശ്യങ്ങളും പ്രവണതകളും തിരിച്ചറിയുന്നതിൽ സർവ്വാത്മകതയുടെയും ആശയ സാങ്കേതിക വിദ്യയുടെ പങ്ക് വിശദീകരിക്കുവാനാണ്. പിന്നെ യഥാർത്ഥ ലോക സംരംഭത്തിൽ അവ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിന് ഉദാഹരണം നൽകുക എന്നതുകൂടി ഉണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ മൊഡ്യൂളായ സംരംഭകത്വ സപ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സംരംഭക ആവാസ വ്യവസ്ഥയിൽ ഇക്യുബേറ്ററുടെ പങ്ക് എന്താണെന്നാണ്. രണ്ടാമത്തെ വെഞ്ചർ ക്യാപിറ്റൽ നിർവചിക്കുകയും സ്റ്റാർട്ടപ്പുകൾക്കുള്ള അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുകയും ചെയ്യാനാണ്. പിന്നെ മൂന്നാമത്തെ സംരംഭകരെ പിന്തുണയ്ക്കുന്നതിൽ ഏഞ്ചൽ നിക്ഷേപകരുടെ പങ്ക് എന്താണ്. അപ്പോൾ നാലാമത് ഒരു സ്റ്റാർട്ടപ്പ് ഹബിൻ്റെ പ്രാധാന്യം എന്താണ്. ഇനി അഞ്ചാമത്തെ നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലെ സംരംഭകത്തിന് സംഭാവന നൽകുന്നത് എന്നതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ആറാമത്തെ എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അതായത് KSUM എന്താണ് എന്നതാണ്. പിന്നെ ഇന്ത്യയിലെ സംരംഭകത്തെ പിന്തുണക്കുന്ന 2 സർക്കാർ ഏജൻസികളെ അപ്പോൾ എഴുതാനാണ്. പിന്നെ എട്ടാമത്തെ സ്വാശ്രയ ഗ്രൂപ്പുകൾ എന്തൊക്കെയാണ്, സംരംഭത്തിൽ അവരുടെ പങ്ക് എന്താണ്. പിന്നെ സംരംഭകരെ പിന്തുണയ്ക്കുന്നതിൽ സ്വകാര്യ ഏജൻസികളുടെ പങ്ക് എന്താണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയ്ക്ക് സംരംഭകത്വ അസോസിയേഷനുകൾ എങ്ങനെയാണ് സംഭാവന ചെയ്യുന്നത് എന്നതാണ്. ഇനി നമുക്ക് 5 മാർക്കിന് ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ പ്രാരംഭഘട്ട സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിൽ ഇൻക്യുബേറ്ററുടെയും ആക്സിലേറ്ററുകളുടെയും പങ്ക് ചർച്ച ചെയ്യുക. അതേപോലെ ബിസിനസ് വികസനത്തിൽ അവർ എങ്ങനെ സഹായിക്കുന്നു എന്നതും ഡീറ്റെയിൽ ആയിക്കാണ്ട് പറയാനാണ്. പിന്നെ രണ്ടാമത്തേത് അപ്പോൾ ഇന്ത്യൻ സംരംഭക ആവാസ വ്യവസ്ഥയിൽ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം വിശദീകരിക്കാനാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ടപ്പുകൾക്കുള്ള പിന്തുണയിൽ ഏഞ്ചൽ അപ്പോൾ നിക്ഷേപകർ അപ്പോൾ വേഞ്ചർ ക്യാപിറ്റലുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നവീകരണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നത് സ്റ്റാർട്ടപ്പ് ഹബുകളുടെയും ക്ലസ്റ്ററുകളുടെയും പങ്ക് വിവരിക്കാനാണ്. ഇനി ഏഴാമത്തതാണ് കേരളത്തിൻ്റെ സംരംഭക ഭൂപ്രകൃതി വിശദീകരിക്കാൻ. പിന്നെ അതേപോലെ തന്നെ സംസ്ഥാനത്ത് സംരംഭകത്തെ വളർത്തിയെടുക്കാൻ സർക്കാർ അതേപോലെ സ്വകാര്യ ഏജൻസികൾ എങ്ങനെയാണ് സഹകരിച്ചത് എന്നതാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുതിയ സംരംഭകർക്ക് പിന്തുണ നൽകുന്നതിൽ വ്യവസായ അസോസിയേഷനുകളുടെയും സംരംഭകരുടെ ഗ്രൂപ്പുകളുടെ പങ്ക് ചർച്ച ചെയ്യാനാണ്. ഇനി ഒമ്പതാമത്തെ സ്ത്രീ സംരംഭകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് ഗ്രൂപ്പുകളെയും എങ്ങനെയാണ് സ്വയം സഹായ ഗ്രൂപ്പുകൾ പിന്തുണക്കുന്നത് എന്നതാണ്. ഇനി അതിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ സംസ്ഥാനത്ത് ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പങ്ക് വിവരിക്കാനാണ്. പിന്നെ അതേപോലെ തന്നെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂൾ നോക്കാം. ഇനി നാലാമത്തെ മൊഡ്യൂളാണ് ഡൈമെൻഷൻസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. അതിൽ 2 മാർക്കിന് വരാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ആദ്യം അപ്പോൾ കാറ്റഗറി എന്ന് പറഞ്ഞു ഹ്യൂമൻ എൻ്റർപ്രണർഷിപ്പിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് നോക്കാം. അപ്പോൾ ഡിഫൈൻ ഹ്യൂമൻ എൻ്റർപ്രണർഷിപ്പ്. വാട്ട് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ എൻ്റർപ്രണേഴ്സ്. ഇനി മൂന്നാമത്തെ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ അപ്പോൾ എൻ്റർപ്രണർഷിപ്പ്. നാലാമത്തെ വാട്ട് ആർ സം common challenges faced by human entrepreneurs. So what is the meaning by the self-limiting beliefs in the content of human entrepreneurship. പിന്നെ ആറാമത്തെ മെൻഷൻ വൺ സ്റ്റെപ്പ് ടേക്കിംഗ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊമോട്ട് ഹ്യൂമൻ എൻ്റർപ്രണർഷിപ്പ്. ഇനി സോഷ്യൽ എൻ്റർപ്രണർഷിപ്പിനെ പറ്റി നോക്കാം.
അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്. പിന്നെ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ കീ കാറ്റഗറീസ് ഓഫ് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്. പിന്നെ വൈ ഈ സോഷ്യൽ അപ്പോൾ എൻ്റർപ്രണർഷിപ്പ് സിഗ്നിഫിക്കൻറ്റ് ടു അവർ സൊസൈറ്റി. പിന്നെ റൂറൽ എൻ്റർപ്രണർഷിപ്പിനെ പറ്റി അതായത് ഗ്രാമീണ സംരംഭകത്തെ പറ്റി നോക്കാം. വാട്ട് ഈസ് ദ റൂറൽ എൻ്റർപ്രണർഷിപ്പ്. പിന്നെ ലിസ്റ്റ് ടു ക്യാരക്ടേഴ്സ് ഓഫ് റൂറൽ എൻ്റർപ്രണർഷിപ്പ്. പിന്നെ വൈ ഈസ് എൻ്റർപ്രണർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ടു റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇനി ന്യൂ ഫോംസ് ഓഫ് എൻ്റർപ്രണർഷിപ്പിനെ പറ്റി നോക്കാം. അപ്പോൾ ഡിഫൈൻ ഡിജിറ്റൽ എൻ്റർപ്രണർഷിപ്പ്. പിന്നെ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ആൻഡ് എക്കോ എൻ്റർപ്രണർഷിപ്പ്. പിന്നെ അതിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹെൽത്ത് ആൻഡ് വെൽനെസ് എൻ്റർപ്രണർഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ എക്സ്പ്ലെയിൻ ഫുഡ് ആൻഡ് ആംഗ്രി എൻ്റർപ്രണർഷിപ്പിനെ പറ്റി പറയാനാണ്. ഇനി 5 മാർക്കിന് ചാൻസ് ഇല്ല. ഹ്യൂമൻ എൻ്റർപ്രണർഷിപ്പിന് 5 മാർക്കിന് വരാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വനിതാ സംരംഭകരുടെ പ്രധാന സവിശേഷത ചർച്ച ചെയ്യുക. ഈ സ്വഭാവ സവിശേഷതകൾ പുരുഷ സംരംഭകരിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക വികസനത്തിന് സംരംഭകരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിൽ പ്രധാനം വിശദീകരിക്കാനാണ്. പിന്നെ അതിൽ മൂന്നാമത്തതാണ് അപ്പോൾ വനിതാ സംരംഭകർ അല്ലെങ്കിൽ വുമൺ എൻ്റർപ്രണർഷിപ്പ് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ഈ വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനുള്ള പരിഹാരങ്ങൾ ചർച്ച ചെയ്യാനാണ്. പിന്നെ നാലാമത്തത് വുമൺ എൻ്റർപ്രണർഷിപ്പ് എങ്ങനെ സ്വയം പരിമിതമായ വിശ്വാസങ്ങളെ മറികടക്കാനും ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും കഴിയുമെന്നതാണ്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ വനിതാ സംരംഭകത്വ അല്ലെങ്കിൽ വുമൺ എൻ്റർപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാനാണ്. ഈ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പിന് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പിൻ്റെ പ്രാധാന്യം എന്താണ് ചർച്ച ചെയ്യാൻ. പിന്നെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇത് എങ്ങനെ സഹായിക്കുന്നു. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഒരു സാമൂഹിക സംരംഭകത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. പരമ്പരാഗത സംരംഭകരിൽ നിന്ന് അവർ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ സുസ്ഥിര വികസനത്തിനും സാമൂഹിക ക്ഷേമത്തിനും സാമൂഹിക സംരംഭകത്വം പ്രധാനമായിരിക്കുന്നു എന്തുകൊണ്ട്. ഇനി നമുക്ക് അടുത്ത റൂറൽ എൻ്റർപ്രണർഷിപ്പിനെ പറ്റി നോക്കാം. അതായത് ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഗ്രാമീണ സംരംഭകത്തിന് പങ്ക് എന്താണ് എന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ന്യൂ ഫോംസ് ഓഫ് എൻ്റർപ്രണർഷിപ്പിനെ പറ്റി നോക്കാം. വാട്ട് ഈസ് ദ ഡിജിറ്റൽ എൻ്റർപ്രണർഷിപ്പ്. ഹൗ ഈസ് ദ ട്രാൻസ്ഫോമിങ് ട്രഡീഷണൽ ആൻഡ് ബിസിനസ് മോഡൽസ്. അതിൽ തന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സുസ്ഥിരവും അതായത് സസ്റ്റൈനബിൾ ആൻഡ് എക്കോ എൻ്റർപ്രണർഷിപ്പ് എന്താണെന്ന് വിശദീകരിക്കാൻ. പിന്നെ അതേപോലെ ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ അതിന് എന്താ പ്രാധാന്യം ലഭിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ്. അതിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ ഗ്രോത്ത് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽനസ് എൻ്റർപ്രണർഷിപ്പ് ആണ്. പിന്നെ വാട്ട് ഈസ് ദ ഫുഡ് ആൻഡ് ആംഗ്രി എൻ്റർപ്രണർഷിപ്പ് ഡിസ്കസ് ഇറ്റ് റോൾ ഇൻ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ഇതന്നെ ചോദിക്കണമെന്നൊന്നുമില്ല കേട്ടോ.